അത് നിങ്ങൾ എനിക്ക് പറയാനുള്ള താനാരോടോ ഞാൻ അറിയണം. തൻ്റെ കൊമ്പൊന്നുകൂടെ എടുക്കണ്ട, തൻ്റെ മുമ്പിൽ ചേർത്ത് ഞാൻ പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. ഇവിടെ ശൃംഗേരിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗം ഞാൻ നടത്തണം, അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിട്ട് അത് ആഘോഷിക്കാനായിരുന്നു ഈ കുന്തക്കാരൻ്റെ ആഗ്രഹം. നിങ്ങൾ ശിവഗിരി അത് പറയേണ്ട സ്ഥലമാണോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന എന്ന ആ ചിന്തയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പുണ്യഭൂമിയിൽ, ആ തപോവനത്തിൽ നിന്നുകൊണ്ട് മലപ്പുറം ചർച്ച ചെയ്താൽ എൻ്റെ അന്തിമം താരീഖ് വ്യാഖ്യാനിച്ച് ഞാൻ മതവാദിയാണ്, അല്ലെ തീവ്രവാദിയാണ്, അല്ലെ മുസ്ലിം വിരോധിയാണ്, അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്ന് നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞുവിട്ടത്. ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടായോണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഉണ്ട്? അല്ല, ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്ക് പറയാനുള്ള പറയാണ്. എന്ത് അടിസ്ഥാനത്തിലുള്ള തീവ്രവാദി എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ താനാരോടോ അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. എനിക്ക് ഞാൻ തീവ്രവാദിൻ്റെ അടുക്കള കൊണ്ട് ഞാൻ വേണ്ട പറച്ചിലുണ്ട്. അത് ഞാൻ എനിക്ക് പറയാനുള്ള പറയൂ. താൻ വെറുതെ കളിക്കാതെ, വെറുതെ വിരട്ടാതെ തന്നെ അയാൾ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയത് പറഞ്ഞു. അത് ആ അടിസ്ഥാനത്ത് അത് നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല കേട്ടോ. ആരാണ് താൻ എനിക്ക് മനസ്സിലായി ഉണ്ടെന്ന് ഞാൻ അറിയണം. മര്യാദ ഇതെടുത്തോണ്ട് വെച്ചോളാം. കുറേ ആയിട്ട് ഞാൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെയും കസറ, ഇവിടെ വന്ന് തൻ്റെ കൊമ്പൊന്നുകൂടെ എടുക്കണ്ട, പറയണ കേട്ടാൽ മതി. പറയാൻ വേറെ വല്ലതും ഉണ്ട് എടുത്ത് വിളിച്ച് ചർച്ച. അത് ഞാൻ വിളിച്ചത് താൻ പറഞ്ഞു. അതെ, നിങ്ങൾ വേറെ വല്ലയിടത്ത് പോയി ചർച്ച ചെയ്യണം. അതെ, നിങ്ങളെ മുമ്പിൽ ചർച്ച ചെയ്യാനല്ല, തൻ്റെ മുമ്പിൽ ചർച്ച ഞാൻ പറഞ്ഞു ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. ഇവിടെ കുറേ നാളായി തുടങ്ങിയിട്ട് ഒരു ചുക്ക് വിചാരിച്ചിരിക്കാനില്ല. കുറേ നാളായി ഇവർ ഈ റിപ്പോർട്ടർമാർ ഇങ്ങനെ എല്ലാവരും ആക്ഷേപിച്ച് അവർ വലിയ കേമന്മാരാകുക. നിങ്ങളൊന്ന് ആലോചിക്കണം, എഴുത്തച്ഛൻ്റെ ഛായാചിത്രം പ്രതിമ എന്തുകൊണ്ട് തിരൂർ സ്ഥാപിക്കുന്നില്ല? എല്ലാം ന്യായവാദികളല്ലേ? ആര് തടസ്സകരമായി വയ്ക്കുന്നു? ഇതൊന്നുമില്ലാതെ മാന്യമായിട്ടും മര്യാദയ്ക്കും മുസ്ലിങ്ങളുമായിട്ടും മുസ്ലിം ആളുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുമ്പോൾ എന്നെ ഒരു മുസ്ലിം വിരോധിയാക്കി മാറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ വന്നപ്പോഴും എന്താ ചാനൽ കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ വെച്ചാണോ ചർച്ച ചെയ്യേണ്ടത്? ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചാടിക്കയറി കൊത്താൻ വന്നത്? അതൊക്കെ വേറെ വല്ലതും എടുത്താൽ മതി. ഇവരുടെ ആരും ആനുകൂല്യത്തില്ല. ഇവരെത്ര തെറി പറഞ്ഞിട്ടും എനിക്കൊരു ചുക്കും സമ്പാദിക്കാൻ ഞാനിവരുടെ ആരുടെയും സപ്പോർട്ട് മേടിച്ച് വോട്ട് മേടിച്ചല്ല ജയിക്കണത്. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, എനിക്ക് രാഷ്ട്രീയവും ഇല്ല.